നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കോടതി വിട്ടത്തേക്ക് ഞാനിപ്പോ എത്തും. അവിടെ നടക്കാൻ പോകുന്ന ആട്ടത്തിലുള്ള വിളക്ക് കൊളുത്തിക്കോ. ഇവിടെ ആട്ടമല്ല നടക്കാൻ പോകുന്നത്, കീചകവധ. പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തിയുള്ള നിർത്തിപ്പൊരിക്കൽ. സാറേ, കോടതി കൊണ്ടുപോകുന്ന സമയമായി. ഓ ആയിക്കോട്ടെ. ഈ ഉരുപ്പടിയെ കാണാൻ ഇപ്പൊ VIP കാത്തു നിൽപ്പുണ്ടായിരിക്കും. ഒരാളെ നിരാശപ്പെടുത്താൻ പറ്റില്ലല്ലോ. പഴയ ശൗര്യം മുഴുവൻ ആവാഹിച്ചെടുത്ത് നിൽക്കുക. വിലങ്ങ് വെച്ചോണം. ബുദ്ധിമോശം കൊണ്ടങ്ങനെ ഓടിപ്പോവാൻ നോക്കിയ സർവീസ് റിവോൾവർ വെച്ച് എനിക്ക് ചിലപ്പോ വെടിവെച്ചിടാൻ തോന്നിയാലോ. ചിലപ്പോ ഉണ്ട ചങ്കിലങ്ങനെ തറച്ചാലേ ഏത് കൊടിവെച്ച ഗുണ്ടേ ചാവൂന്നാ ചൊല്ല്. അതിനുണ്ട ഈ ചങ്കി തന്നെ തറയ്ക്കണ്ടേ സാറേ, എന്നാലല്ലേ ചാവുള്ളൂ. സാറേ, കോടതിയിൽ കൊണ്ടുപോണവനെ പുറത്തേക്ക്. വിലങ്ങ് വയ്ക്ക. വാ. മേഡം, ഈ ബ്രേസ്ലെറ്റ് അയാളുടെ കടയിൽ നിന്ന് വാങ്ങിയതാണെന്ന് അയാൾ സമ്മതിക്കുമോ? അയാൾ സമ്മതിക്കാതിരിക്കാൻ കാരണം? അല്ല, ഈ കേസിലും കൂട്ടത്തിലും ഒക്കെ പെടാനായിട്ട് അവന്മാർക്ക് ഭയങ്കര പേടിയായിരിക്കുന്നേ. കോടതി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ മഷിയിട്ട് നോക്കിയാൽ പോലെ അവന്മാരെ കിട്ടൂല. അതൊക്കെ ഈ ലോക്കൽ കള്ളന്മാരുടെ കേസുമായിട്ട് ചെല്ലുമ്പോഴല്ലേ. ഇത് ചെല്ലുന്നത് കളക്ടറാ. വിവരങ്ങൾ തരേണ്ട രീതി തന്നെ തരും, അല്ലെങ്കിൽ കുഴപ്പമാണെന്ന് അയാൾക്കറിയാം. അബദ്ധമായിപ്പോയി. മര്യാദയ്ക്ക് പഠിക്കാൻ പോയിരുന്നെങ്കിൽ വല്ല IAS പഠിച്ചു വല്ല കളക്ടറോ മറ്റോ ഒക്കെ ആവായിരുന്നില്ലേ. ഇതിപ്പോ ഭാര്യ ജയിലിൽ പോയോണ്ടാ. അല്ലെങ്കിൽ ഇവിടെ കിടന്ന് അവളെ അടിയും കൊണ്ട് ജീവിതവും നശിച്ച് അവളങ്ങനെ ഇറങ്ങിയുള്ള അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയാണ്. പിന്നെ അടിയുടെ പൂരമായിരിക്കും. ആർക്ക്? എനിക്ക്. പിന്നെ എല്ലാവർക്കും. രാമേട്ടാ, ദേ ആ നിൽക്കുന്നതാ. ചേട്ടാ, അങ്ങോട്ട് ഓടിക്കോ. നമസ്കാരം മാഡം. നമസ്കാരം. അനുപല്ലവി എന്നൊരു പെൺകുട്ടി വിളിച്ച് എല്ലാം പറഞ്ഞിരുന്നു. എന്നെ കൊണ്ട് എന്ത് സഹായമാണ് മാഡത്തിന് വേണ്ടത്? ഇത് നിങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങിയതാണോന്ന് മോഡൽ നോക്കി പറയാൻ പറ്റില്ലേ? ഇത് ഞങ്ങളുടെ കടയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് മാഡം. 3 ദിവസം മുമ്പ് കല്യാണ ആവശ്യത്തിനായി സത്യാമ്മ മാഡം വന്ന് വാങ്ങിയിട്ട് പോയതാ. അത് ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പാണ് മാഡം. ഈ മോഡല് ഇതുപോലത്തെ ബ്രേസ്ലെറ്റ് ഇത് ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് എനിക്കിത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നേ. ഈ വിവരം കോടതിയിൽ വന്ന് പറയുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, അതും ഞങ്ങളുടെ കടയിലെ ബ്രേസ്ലെറ്റിനെ കുറിച്ച് പറയാനല്ലേ. ഞാൻ വരാം മാഡം. പ്രാർത്ഥിക്കാനുള്ളതെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. വഴിപാട് കഴിക്കേണ്ട സ്ഥലങ്ങളെല്ലാം വഴിപാടും കഴിച്ചിട്ടുണ്ട്. എന്റെ കുഞ്ഞിനൊരാപത്തും കൂടാതെ പുറത്തു കൊണ്ടുവരണ ഈശ്വരന്മാരെ. മോനെ, അല്ല, വിഷ്ണുവിനെ കൊണ്ട് അവര് വന്നില്ലല്ലോ. പോലീസല്ലേ, അവർക്ക് അവരുടെ സമയം ഉണ്ടാവും. നമുക്ക് വെയിറ്റ് ചെയ്യാം.
കള്ള മകനോടുള്ള സ്നേഹം കാണിക്കാൻ കെട്ടിയൊരുങ്ങി വന്ന് നിപ്പുണ്ടല്ലോ. മകന് തൂക്കുമരം കയ്യെത്തും ദൂരത്ത് നിൽക്കുമ്പോഴും ചമയത്തിന് ഒരു കുറവുമില്ല. വിഷ്ണുവിനിപ്പോ കണ്ടകശനിയാ സത്യാമേ. അതവനെയും കൊണ്ടേ പോകൂ. ശിവഭഗവാനെ വിളിക്ക്, മകനെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്ക്. വിളി ഇപ്പോഴാണെങ്കി പെട്ടെന്ന് കേൾക്കും. കാലിന്റെ തിരുമുറ്റത്തേക്ക് വലതുകാലം പൊക്കി നിൽക്കാണല്ലോ മകൻ. ഹലോ, എവിടെയാ ചിറ്റപ്പ? അവനെ ഇങ്ങ് വേഗം കൊണ്ടുവാ. അവന്റെ വിധിവാചകവും പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ജഡ്ജിദേ തെക്ക് വടക്ക് നടക്കുക. ഓൺ ദ വേടി. കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് അതിന്റെ വിധി എന്താണെന്നും അതേത് രീതി അവസാനിക്കുമെന്നും നമുക്ക് കേൾക്കണമെന്നില്ലല്ലോ. അവന്റെ കാര്യത്തിലെ ഇന്നൊരു തീരുമാനത്തിലെത്തുകയും ചെയ്യും. ഇവിടെ ഒരു ലോഡ് പൂങ്കണ്ണീരുമായി അമ്മ മഹാറാണി കോടതി മുറ്റത്ത് വന്ന് നിൽക്കുക, മകനെ ഒന്ന് മുഖം കാണിക്കാനായിട്ട്. എടി, ഇതുവരെയുള്ള സത്യഭാമയുടെ പെർഫോമൻസും ഇപ്പോഴത്തെ വിഷ്ണുവിന്റെ ആറ്റിറ്റ്യൂഡ് വെച്ച് നോക്കുമ്പോ അവനവർക്ക് മുഖം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ആട്ടം പറഞ്ഞറിയിക്കാനുള്ളതല്ലല്ലോ, അത് കണ്ടു തന്നെ അറിയാം. എന്നാ പിന്നെ ഓക്കേടി, കോടതി മുറ്റത്തേക്ക് ഞാനിപ്പോ എത്തും. അവിടെ നടക്കാൻ പോകുന്ന ആട്ടത്തിനുള്ള വിളക്ക് കൊളുത്തിക്കോ. ഇവിടെ ആട്ടമല്ല നടക്കാൻ പോകുന്നത്, കീചകവധ. പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തിയുള്ള നിർത്തിപ്പൊരിക്കൽ. തെളിവിനായി നെട്ടോട്ടമോടുന്ന വിഷ്ണുവിന്റെ പ്രാണനെ എവിടെയെങ്ങും കണ്ടില്ലല്ലോ. ഇനി കണവനെ രക്ഷിക്കാനായിട്ടുള്ള കച്ചിത്തുരുമ്പൊന്നും കിട്ടാത്തത് കൊണ്ട് കരഞ്ഞു കരഞ്ഞ് പ്രാണൻ കളയാനുള്ള ഒരുക്കത്തിലായിരിക്കുമോ? അല്ല, വിഷ്ണുവിനെ കൊണ്ട് അവര് വന്നില്ലല്ലോ. ഇപ്പൊ കൊണ്ടുവരുമായിരിക്കും സത്യമേ. അങ്ങോട്ട് നടക്കണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.